Hi all. Today onwards we can start our fourth module. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പവർ ഇലക്ട്രോണിക്സിൻ്റെ ടോപ്പിക്സാണ്. ഇൻവെർട്ടേഴ്സും കൺവെർട്ടേഴ്സ്, അതുപോലെ DC കൺവെർട്ടേഴ്സ്, സ്വിച്ച് മോഡ് റെഗുലേറ്റേഴ്സ്, അങ്ങനെയുള്ള പവർ ഇലക്ട്രോണിക്സിൻ്റെ ടോപ്പിക്സാണ്. അപ്പോൾ ഇനി വരുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻസ്, അതുപോലെ മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻസിൻ്റെ ടോപ്പിക്സാണ് അടുത്ത 4th-ലും 5th-ലും 6th-ലും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിലബസ് നോക്കാം. ജനറലൈസ്ഡ് കോൺഫിഗറേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ ഫങ്ഷണൽ എലമെൻറ്റ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ ജനറലൈസ്ഡ് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ മെഷർമെൻറ്റ്സ് ഓഫ് റെസിസ്റ്റൻസ് യൂസിങ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, ഇൻഡക്ടൻസ്, അതുപോലെ വീൻ ബ്രിഡ്ജ്, കപ്പാസിറ്റൻസ് യൂസിങ് ഷെറിൻസ് ബ്രിഡ്ജ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 4th മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് ജനറലൈസ്ഡ് കോൺഫിഗറേഷൻ, അതുപോലെ ക്ലാസിഫിക്കേഷൻസ്, അത്രയും നമ്മളിന്ന് തീർക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് തീർക്കും. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ മാത്രം സീരീസ് ടെസ്റ്റ് എക്സാമിന് മുന്നേ തന്നെ നമ്മുടെ 4th മൊഡ്യൂളിൽ തീർക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എലിമെൻറ്റ്സ് ഓഫ് ജനറലൈസ്ഡ് മെഷർമെൻറ്റ് സിസ്റ്റം. എന്താണ് ഒരു മെഷർമെൻറ്റ് സിസ്റ്റം? നമ്മൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുത്ത് എന്താണ്, നമ്മളൊരു മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ AC ലൈനിലുള്ള വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നു. ഇതെന്താണ്? ഇറ്റ്സ് എ മെഷർമെൻറ്റ്സ്. വോൾട്ടേജ് എത്രയുണ്ടെന്ന് മെഷർ ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു മെഷർമെൻറ്റ്സിന് നമുക്ക് ജനറലൈസ്ഡ് ആയിട്ട് ഒരു മെഷർമെൻറ്റ് സിസ്റ്റമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഒരു വോൾട്ടേജ് മെഷർ ചെയ്യുമ്പം അതിനെന്തൊക്കെ വേണം? മെയിനായിട്ട് മൾട്ടിമീറ്ററിൻ്റെ ഡിവൈസ് വേണം. പിന്നെ അതുപോലെ ഡിവൈസിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയണം. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു മെഷർമെൻറ്റ് സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പോൾ ടു അണ്ടർസ്റ്റാൻഡ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഓർ സിസ്റ്റം, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് മെഷർമെൻറ്റ് സിസ്റ്റം. ദ ഓപ്പറേഷൻ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഓർ എ സിസ്റ്റം കുഡ് ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ജനറലൈസ്ഡ് മാനർ ഓർ ഇൻ ടേംസ് ഓഫ് ഫങ്ഷണൽ എലമെൻറ്റ്സ്. അപ്പോൾ ഒരു മെഷർമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻ നമുക്ക് ഒരു ജനറലൈസ്ഡ് മാനറിൽ കുറച്ച് ഫങ്ഷണൽ എലിമെൻറ്റ്സ് ആയിട്ട്, ഫങ്ഷണൽ എലിമെൻറ്റ്സ് മീൻസ് എന്താണ്? ഓരോ എലിമെൻറ്റിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഫങ്ഷണൽ എലിമെൻറ്റ്സ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. The main functional elements of a measurement systems are: first one, primary sensing element; next one, variable conversion element, variable manipulation element, signal conditioning element, data transmission element, data presentation element. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. This is the block diagram of a generalized or functional elements of an instrument or measurement system. എന്താണുള്ളത്? ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്, വോൾട്ട് മീറ്റർ ആയിക്കോട്ടെ, വോൾട്ടേജ് ആയിക്കോട്ടെ, കറണ്ട് ആയിക്കോട്ടെ, വെയിറ്റ് ആയിക്കോട്ടെ. ഇപ്പോൾ ത്രാസ് എന്താണ്? വെയിറ്റാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. പ്രൈമറി സെൻസിങ് എലമെൻറ്റ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ്, വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റ്, ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റ്, ഡാറ്റ പ്രസൻറ്റേഷൻ, ഡാറ്റ സ്റ്റോറേജ്. അപ്പോൾ നമ്മൾ ഈ ഓരോ ഫങ്ഷണൽ എലമെൻറ്റും ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് the functional elements indicate only the function to be performed. Physical elements are the actual component or parts. അപ്പോൾ ഫങ്ഷണൽ എലിമെൻറ്റ്സ് എന്നാൽ ആ ഫങ്ഷൻ. ഇപ്പോൾ പ്രൈമറി സെൻസിങ് എലമെൻറ്റ് എന്താണത്? എന്താ പ്രൈമറി സെൻസിങ് എലമെൻറ്റ്? അപ്പോൾ ഇതിലുള്ള ഓരോ കാര്യവും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല, നേരെ മറിച്ച് എന്താണെന്ന് പറഞ്ഞു തരാം. പ്രൈമറി സെൻസിങ് എലമെൻറ്റ്, അപ്പം നമ്മളൊരു വോൾട്ടേജ് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ത്രാസ് ഉപയോഗിച്ചിട്ടൊരു വെയിറ്റ് തൂക്കി നോക്കുക. അപ്പോൾ അതിൻ്റെ പ്രൈമറി ആദ്യം വരുന്ന, അല്ലെങ്കിൽ നമ്മൾ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആ ടെമ്പറേച്ചർ ആദ്യം സെൻസ് ചെയ്യുന്ന ഒരു എലിമെൻ്റ് ഉണ്ടാവും. അതായത് നമ്മുടെ മെഷറിംഗ് ഡിവൈസസിൻ്റെ തെർമോമീറ്ററിൻ്റെ ഏറ്റവും ഔട്ട്പുട്ടിലുള്ള ഗ്ലാസിൻ്റെ ഔട്ട്സൈഡിലായിരിക്കും എന്തുണ്ടാവുക? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നത്, അല്ലേ? ആ സെൻസ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ മെഷറിംഗ് ക്വാണ്ടിറ്റിയുമായിട്ട് ഡയറക്റ്റ് കണക്ഷനുള്ള ഫസ്റ്റ് എലിമെൻ്റാണ് പ്രൈമറി സെൻസിങ്
element. Okay, the quantity or the variable which is being measured makes its first contact with the primary sensing element of the system. Okay, the measurement is thus first detected by primary or detector. Okay, the measurements is immediately converted into an analogous electrical signal by transducer. ഇപ്പോൾ നമ്മൾ പ്രൈമറി സെൻസിങ് എലമെൻറ്റ് എന്ത് ചെയ്യും, നമ്മൾ തെർമോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യും. ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് അതൊരു ട്രാൻസ്ഡ്യൂസർ വെച്ചിട്ട് എന്ത് ചെയ്യും, വേറെ ഒരു സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. ദ മെഷർമെൻറ്റ് ഈസ് കൺവേർട്ടഡ് ടു അനലോഗ് സിഗ്നൽ ബൈ ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ട്രാൻസ്ഡ്യൂസർ എന്താണ്, ഇസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് എനർജി ഫ്രം വൺ ഫോം ടു അനദർ. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചറാണെങ്കിൽ അതിനെ ചിലപ്പോൾ എന്ത് ചെയ്യും, ട്രാൻസ്ഡ്യൂസർ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആക്കി മാറ്റാൻ പറ്റുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്. ഇപ്പോൾ പ്രഷർ ഗേജ്, പ്രഷറിനെ എന്ത് ചെയ്യും, പ്രഷറിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ ആക്കിയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് ട്രാൻസ്ഡ്യൂസർ. അതായത് ഒരു ഫോമിലുള്ളതിനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്നു. നെക്സ്റ്റ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മെഷർമെൻറ്റ് സിസ്റ്റം ഈസ് നോൺ ആസ് ഡിറ്റക്ടർ ട്രാൻസ്ഡ്യൂസർ സ്റ്റേജ്. അപ്പോൾ പ്രൈമറി സെൻസിങ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫസ്റ്റ് നമ്മുടെ മെഷറിങ് ക്വാണ്ടിറ്റിയായിട്ട് ഫസ്റ്റ് കോൺടാക്റ്റ് വരുന്ന എലമെൻറ്റിനെയാണ് പ്രൈമറി സെൻസിങ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ്. ദ ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് ദി വേരിയബിൾ സെൻസിങ് എലമെൻറ്റ് മേ ബി എനി കൈൻഡ്. It could be a mechanical or electrical signal. It may be a deflection of elastic member or some electric parameters such as voltage, frequency, etc. Sometimes the output from the sensor is not suited to the measurement system. For the instrument to perform the desired function, it may be necessary to convert this output signal from the sensor to some other suitable form while preserving the information content of the original system. അപ്പോൾ നമ്മുടെ പ്രൈമറി സെൻസിങ് എലിമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് അതിപ്പോൾ ഓരോ കേസിൽ ഓരോന്ന്, ഇപ്പോൾ ചിലപ്പം പ്രൈമറി സെൻസിങ് എലിമെൻറ്റ് ഇപ്പോൾ ഒരു ത്രാസ് ആണെങ്കിൽ എന്തായിരിക്കും, ആ സ്പ്രിങ്ങിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും അതിൻ്റെ പ്രൈമറി സെൻസിങ് എലിമെൻറ്റിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ എത്ര കിലോ ഒരു കിലോ വെയ്റ്റിലേക്ക് നമുക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് എന്ത് ചെയ്യണം, വേറെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഓരോ കേസിലും മെഷർ ചെയ്യുമ്പം പ്രൈമറി സെൻസിങ് എലമെൻറ്റിൻ്റെ ഔട്ട്പുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മെഷർമെൻറ്റ് സിസ്റ്റത്തിലെ വേറെ ഏതെങ്കിലും ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ദ ഔട്ട്പുട്ട് ഫ്രം സെൻസിങ് എലമെൻറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് വെരി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ നമ്മളെ ഔട്ട്പുട്ട് വെരി സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് സെൻസിങ് എലമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എങ്കിൽ വിച്ച് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ മെക്കാനിക്കലി. ഇപ്പോൾ നമുക്ക് മെക്കാനിക്കലി ആ വെരി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലേ. അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു 1 മില്ലിമീറ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 1 മില്ലിമീറ്റർ നമ്മൾ മെഷർ ചെയ്യുമ്പം എന്തായാലും അതിൽ എറർ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് നമുക്ക് ഫൈനൽ മെഷർമെൻറ്റ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ എറേഴ്സ് വരും. അപ്പോൾ അത് ഡിഫിക്കൽട്ടാണ്, വെരി സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കറസ്പോണ്ടിങ് ഇലക്ട്രിക് സിഗ്നൽ. അപ്പോൾ ഈ വെരി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ ഏതെങ്കിലും മെക്കാനിക്കലിൽ നിന്ന് ഇലക്ട്രിക്കലാക്കി മാറ്റാൻ പറ്റുന്ന ഏതെങ്കിലും ഡിവൈസ് ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ കോൾഡ് സ്ട്രെയിൻ ഗേജ് ഫോർ ഫർദർ പ്രോസസ്സിങ്. സ്ട്രെയിൻ ഗേജ് എന്താണ്, നമ്മളെ സ്ട്രെയിനെ മാറ്റുന്നത് അല്ലേ, മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിന് ഇലക്ട്രിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആക്കി മാറ്റുന്നില്ലേ, സ്ട്രെയിൻ ഗേജ്. അപ്പോൾ നമ്മളെ വെരി സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് ഏതെങ്കിലും ഇലക്ട്രിക്കൽ സിഗ്നലാക്കി. ഓക്കെ, അപ്പം ഈ ഇലക്ട്രിക്കൽ സിഗ്നലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെരി സ്മോൾ ആയാലും ഹൈ ആയാലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലേ, ഡിവൈസസ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ്. ഓക്കെ, also if the output at one stage is analog form and the next stage of the whole system accept input signal only in digital form, in such cases we will have to use analog to digital converters. Okay, അതും ഒരു വേരിയബിൾ കൺവേർഷൻ എലമെൻ്റ് ആണ്. കാരണം നമ്മുടെ അനലോഗ് ക്വാണ്ടിറ്റി എല്ലാ സമയത്തും നമുക്ക് പ്രോസസ്സ് ചെയ്യാനും ഡാറ്റ പ്രോസസ്സ് ചെയ്യാനും മെഷർമെൻറ്റ് സിസ്റ്റത്തിൻ്റെ
എല്ലാ കേസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതും ഒരു വേരിയബിൾ കൺവേർഷൻ. അപ്പോൾ വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ് നമ്മുടെ സെൻസിങ് എലമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെഷർ, ഇപ്പം ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് പോലെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ്. നെക്സ്റ്റ് വരുന്നത് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റ്. എന്താണ് വേരിയബിൾ മാനിപ്പുലേഷൻ? വേരിയബിൾ മാനിപ്പുലേഷൻ മീൻസ് എ ചേഞ്ച് ഇൻ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദി സിഗ്നൽ. The function of variable manipulation element is to manipulate the signal presented to this element while preserving the original nature of the signal. അതായത് മാനിപ്പുലേറ്റ് ചെയ്യുക, അതായത് ഇറ്റ്സ് ലൈക്ക് ആൻ ആംപ്ലിഫയർ. ഒരു ആംപ്ലിഫയർ എന്താ ചെയ്യുന്നത്? നമുക്ക് കിട്ടുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും. ബട്ട് സിഗ്നൽ കണ്ടൻറ്റ് സെയിം തന്നെ ആയിരിക്കും, ബട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആംപ്ലിഫൈ ചെയ്യും. അതാണ് ആംപ്ലിഫയർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ അല്ലെങ്കിൽ അതൊക്കെ എന്താണ്? ആക്ട് ആസ് എ വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റ്. ദ ആംപ്ലിഫയർ ആക്സെപ്റ്റ് എ സ്മോൾ വോൾട്ടേജ് സിഗ്നൽ ആസ് ദ ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ വിച്ച് ഈസ് ഓൾസോ വോൾട്ടേജ് ബട്ട് ഓഫ് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ്. അതായത് ആ മാഗ്നിറ്റ്യൂഡ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റേനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതിനെയാണ് വേരിയബിൾ മാനിപ്പുലേഷൻ എലിമെൻറ്റ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളങ്ങ് എഴുതുക, എന്താണ് വോൾട്ടേജ് ആംപ്ലിഫയർ, ഇത് മാത്രം ഓർത്ത് വെക്കുക. ഇനി വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റിൽ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കൺവേർട്ടഡ് ടു സ്ട്രെയിൻ ഗേജിൻ്റെ കേസിൽ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചാൽ നമുക്കത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വരുന്നത് സിഗ്നൽ കണ്ടീഷനിങ്. സിഗ്നൽ കണ്ടീഷനിങ് എന്തായിരിക്കും? നിങ്ങൾ ഈസിക്കാരാണ്, ഈസിക്കാർക്ക് സിഗ്നൽ കണ്ടീഷനിങ് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ല. എന്താണ്? ദ ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് ട്രാൻസ്ഡ്യൂസർ കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ വിച്ച് ഈസ് ഫർദർ പ്രോസസ്ഡ് ബൈ ദി സിസ്റ്റം. ദ സിഗ്നൽ കുഡ് ബി കണ്ടാമിനേറ്റഡ് ബൈ അൺവാണ്ടഡ് സിഗ്നൽസ് ലൈക്ക് നോയിസ്, അല്ലേ? ഇതൊരു സിഗ്നലിലും നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏതൊരു സിഗ്നലിലും എന്തുണ്ടാവും? നോയിസസ് ഉണ്ടാവും. അപ്പോൾ നോയിസസ് വി ഹാവ് ടു റിമൂവ് ദി അൺവാണ്ടഡ് സിഗ്നൽസ്. അപ്പോൾ നമ്മളുടെ മെഷർമെൻറ്റിൻ്റെ ടൈമിൽ നമുക്ക് വേണ്ട സിഗ്നൽ മാത്രം മതി, അതിൻ്റെ കൂടെ വരുന്ന നോയിസും എറർ സിഗ്നൽസൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനെ വി ഹാവ് ടു എലിമിനേറ്റ്, അല്ലേ? അപ്പോൾ വി നീഡ് ടു റിമൂവ് ദി ഇൻ്റർഫേസിങ് നോയിസ് ബിഫോർ ഇറ്റ് ഈസ് ട്രാൻസ്മിഷൻ ടു ദി നെക്സ്റ്റ് സ്റ്റേജ്. അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള എറർ സിഗ്നൽസിനെ റിമൂവ് ചെയ്യണം. ദ ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ ദ സിഗ്നൽ ടു റിമൂവ് ദി signal contamination or distortion is called signal conditioning. ഓക്കെ, അപ്പോൾ അതിലുള്ള എറേഴ്സിനെ റിമൂവ് ചെയ്ത് അതിൻ്റെ ഡിസ്റ്റോർഷൻസിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് സിഗ്നൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, മെനി സിഗ്നൽ കണ്ടീഷനിങ് പ്രോസസ് മേ ബി ദ ലീനിയേഴ്സ് സച്ചസ് ലീനിയർ ആയിട്ടുണ്ട്, അതുപോലെ നോൺ ലീനിയർ ആയിട്ടുള്ള കുറേ സിഗ്നൽ കണ്ടീഷനിങ് പ്രോസസ്സ് ഉണ്ട്. ആംപ്ലിഫിക്കേഷൻ, അറ്റന്യൂവേഷൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇതൊക്കെ എന്താണ്? ലീനിയർ ആയിട്ടുള്ള സിഗ്നൽ കണ്ടീഷനിങ് പ്രോസസ്സാണ്. നോൺ ലീനിയർ ആയിട്ടുണ്ട്, അതുപോലെ എന്താണ്? മോഡുലേഷൻ, ഫിൽറ്ററിങ്, ക്ലാമ്പിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അനലോഗ് ഇലക്ട്രോണിക്സിൽ, അല്ലേ? അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിഗ്നൽ കണ്ടീഷനിങ് നമ്മൾ there are way of signal conditionings are there. Therefore we have to perform signal conditioning before transmission to the next stage. The signal conditioning process are performed on the signal to bring it to the desired form for further transmission to next stage in the system. അപ്പോൾ എന്താണ്? സിഗ്നൽ കണ്ടീഷൻ ചെയ്യും, അതാണ് സിഗ്നൽ കണ്ടീഷനിങ് എലിമെൻറ്റ്. നെക്സ്റ്റ് വരുന്നത് ഡാറ്റ ട്രാൻസ്മിഷൻ എലിമെൻറ്റ്. എന്തായിരിക്കും ഡാറ്റ ട്രാൻസ്മിഷൻ എലിമെൻറ്റ്? ഡാറ്റ ട്രാൻസ്മിഷൻ എന്താണ്? നമ്മൾ ഇതുവരെ കിട്ടിയ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യും, അല്ലേ? അതിപ്പം മെഷറിങ് സിസ്റ്റത്തിൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം സാറ്റലൈറ്റ് അല്ലെങ്കിൽ എയ്റോപ്ലെയിൻ, അല്ലേ? എയ്റോപ്ലെയിനിലൊക്കെ എന്താ ചെയ്യുന്നത്? സാറ്റലൈറ്റിലൊക്കെ അവിടെയുള്ള ഡാറ്റ ഇവിടെ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഓൾറെഡി നമുക്ക് കിട്ടിയ മെഷർ ചെയ്ത ഡാറ്റാസ് യു ഹാവ് ടു ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് പറയുന്നത് ഡാറ്റ ട്രാൻസ്മിഷൻ എലിമെൻറ്റ്.
For example, satellites or aeroplanes are physically separated from control station to Earth. For guiding the movements of satellite or aeroplanes, control station sends the radio by a complicated telemetry system. അതായത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതിലൊന്നും കൂടുതൽ പറയാനില്ല. നെക്സ്റ്റ് വരുന്നത് ഡാറ്റ പ്രസൻറ്റേഷൻ എലിമെൻറ്റ്. ഡാറ്റ പ്രസൻറ്റേഷൻ എന്തായിരിക്കും? ഡാറ്റ പ്രസൻറ്റേഷൻ എന്താ പറയാനുള്ളത്? നമുക്ക് ഇത്രയും മെഷേർഡ് ഡാറ്റാസ് കിട്ടി. അപ്പോൾ അതിനെന്ത് ചെയ്യണം? പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഡിസ്പ്ലേസ് വി ആർ യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. എന്തൊക്കെയാണ്? ഇപ്പം അനലോഗ് ഇൻസ്ട്രുമെൻസിലാണെങ്കിൽ എങ്ങനെയാണ് ഡാറ്റ പ്രസൻറ്റ് ചെയ്യുക? പോയിൻ്ററിൻ്റെ മൂവ്മെൻറ്റ് അല്ലേ? പോയിൻ്ററിൻ്റെ മൂവ്മെൻറ്റാണ്. അല്ലെങ്കിൽ സി ആർ ഒയിൽ എന്താണ്? നമുക്ക് വേവ് ഫോംസ് ഡയറക്റ്റായിട്ട് വേവ് ഫോംസ് കാണാൻ പറ്റും. അതുപോലെ എങ്ങനെയാണോ നമുക്ക് the function of data presentation element is to convey the information about the quantity under measurement to the personnel handling the instruments. ആ ഇൻസ്ട്രുമെൻ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഡിസ്പ്ലേ ചെയ്യണം ഫോർ മോണിറ്ററിങ്, കൺട്രോൾ ഓർ അനാലിസിസ് പർപ്പസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാറ്റ പ്രസൻറ്റേഷൻ എലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഫങ്ഷണൽ എലിമെൻറ്റ്സ് ഓഫ് എ ബേർഡൻ പ്രഷർ ഗേജ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മുടെ എന്താണ് ഫങ്ഷണൽ എലിമെൻറ്റ്സ് ബ്ലോക്ക് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫങ്ഷണൽ എലിമെൻറ്റ്സിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. അപ്പോൾ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്, സ്ട്രെയിൻ ഗേജിലാണെങ്കിൽ നമ്മൾ സ്ട്രെയിൻ ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രൈമറി സെൻസിങ് എലിമെൻറ്റ് വെച്ചു. അപ്പോൾ നമ്മൾ ആ പ്രൈമറി സെൻസിങ് എലിമെൻറ്റായിട്ട് ഡയറക്റ്റ് സ്ട്രെയിൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെയിൻ പ്രൈമറി സെൻസിങ് എലിമെൻറ്റിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും? അപ്പോൾ ഉണ്ടാകുന്ന സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ വേരിയബിൾ കൺവേർഷൻ എലിമെൻറ്റ് എന്ത് ചെയ്യും? സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി മീൻസ് ഒരു 5 വോൾട്ടുള്ള ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് മാറ്റുന്നതെങ്കിൽ വേരിയബിൾ മാനിപ്പുലേഷൻ എലിമെൻറ്റ് എന്ത് ചെയ്യും? അതിനെ വേണമെങ്കിൽ ഒരു 50 വോൾട്ടായിട്ട് ആംപ്ലിഫൈ ചെയ്യും. അതാണ് വേരിയബിൾ മാനിപ്പുലേഷൻ എലിമെൻറ്റ്. ആ 50 വോൾട്ട് സിഗ്നലിനെ ഡാറ്റ ട്രാൻസ്മിഷൻ എലിമെൻറ്റ്. ട്രാൻസ്മിഷൻ മീൻസ് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യും, അത്രേ ഉള്ളൂ. അതിപ്പം ഫ്രം ലാർജ് ഡിസ്റ്റൻസ് ആവാം, ചിലപ്പോൾ സ്മോൾ ഡിസ്റ്റൻസ് ആവാം, ചിലപ്പോൾ നമ്മുടെ ഡാറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിലേക്കായിരിക്കും ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഡാറ്റ ട്രാൻസ്മിഷൻ എലിമെൻറ്റ്. അടുത്ത് വരുന്നത് ഡാറ്റ സ്റ്റോറേജ്. ഒന്നുകിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാം, എന്നിട്ട് ആ സ്റ്റോർ ചെയ്തിട്ട് അല്ലെങ്കിൽ അനലൈസ് ചെയ്തിട്ട് ഡാറ്റ എന്ത് ചെയ്യാം? പ്രസൻറ്റ് ചെയ്യാം. പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസ്പ്ലേ ഏത് മെത്തേഡ് വഴി, CRO ഡിസ്പ്ലേസ് അല്ലെങ്കിൽ എങ്ങനെയാണോ LED ഡിസ്പ്ലേസ് ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം അല്ലേ, ടു ദി ഒബ്സർവർ. ഇതാണ് ഫങ്ഷണൽ എലിമെൻറ്റ്സ് ഓഫ് എ മെഷർമെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇനി വരുന്നത് ഒരു എക്സാമ്പിൾ ഫങ്ഷണൽ എലിമെൻറ്റ്സ് ഓഫ് 1 minute. ഓക്കെ, ഫങ്ഷണൽ എലിമെൻറ്റ്സ് ഓഫ് എ ബേർഡൻ പ്രഷർ ഗേജ്. അപ്പോൾ ഒരു ബേർഡൻ പ്രഷർ ഗേജ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നത്? ഇതിൽ ഈ ബേർഡൻ ട്യൂബാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ സെൻസ് ചെയ്യുന്നത്, അതായത് പ്രൈമറി സെൻസിങ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ സെക്ടർ ആൻഡ് പിനിയൻ ഇവിടെ എന്തുണ്ടാവും? ഒരു ചെറിയ മോഷൻസ് ഉണ്ടാവും. അതാണ് എന്ത്? വേരിയബിൾ കൺവേർഷൻ എലിമെൻറ്റ്. ഇനി ആ ചെറിയ മോഷൻ എന്ത് ചെയ്യും? ഇവിടെ സ്പ്രിങ്ങും ഗിയറൊക്കെ വെച്ചിട്ടുണ്ട്. സ്പ്രിങ് ഗിയർ അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും? ആ ചെറിയ മൂവ്മെൻറ്റിനെ ഒരു ലാർജ് മൂവ്മെൻറ്റായിട്ട് മാറ്റും. അതാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സ്പ്രിങ്ങും ഹെയർ സ്പ്രിങ്സും ഗിയേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട്. ഓക്കെ, എന്നിട്ട് അതിനൊരു ഈ അനലോഗിൻ്റെ പോയിൻ്ററിൽ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫങ്ഷണൽ എലിമെൻറ്റ്സ് ഓഫ് എ ബേർഡൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻ ദിസ് ബേർഡൻ ട്യൂബ് ആക്ടസ് എ ബേർഡൻ ട്യൂബാണ് ആക്ടസ് എ പ്രൈമറി സെൻസിങ് എലിമെൻറ്റ്. അതുപോലെ ഇറ്റ് സെൻസസ് ദി ഇൻപുട്ട് ക്വാണ്ടിറ്റി, പ്രഷറാണ് സെൻസ് ചെയ്യുന്നത്. ഓക്കെ, ഓൺ അക്കൗണ്ട് ഓഫ് ദി പ്രഷർ ദ ക്ലോസ്ഡ് എൻഡ് ഓഫ് ദി ബേർഡൻ ട്യൂബ് ഈസ് ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ അതിൻ്റെ ക്ലോസ്ഡ് എൻഡ് ഇങ്ങനത്തുള്ള എൻഡിൽ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. ദസ് ദ പ്രഷർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്. അതാണ് വേരിയബിൾ കൺവേർഷൻ. ദ ക്ലോസ്ഡ് എൻഡ് ഓഫ് ദി ബേർഡൻ ട്യൂബ് ഈസ് കണക്റ്റഡ് ത്രൂ മെക്കാനിക്കൽ ലിങ്കേജ് ടു എ സെക്ടർ പീനിയൻ ഗിയറിംഗ് അറേഞ്ച്മെൻറ്റ്. ദ ഗിയറിംഗ് അറേഞ്ച്മെൻറ്റ് ആംപ്ലിഫൈസ്, അതാണ് വേരിയബിൾ manipulation element, the small displacement, and makes the pointer to rotate through a large angle. Okay, the mechanical linkage thus acts as a data transmission. Mechanical linkage ആണ് ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ ആയിട്ട് കിട്ടുന്നത്, അതായത് നമുക്ക് അനലോഗ് മീറ്ററിൽ കാണുന്നത്.
while the gearing arrangement acts as a data manipulation element. Okay. അപ്പോൾ ഇതാണ് ആൻഡ് ഡയൽ സ്കെയിൽ ഓൺ ദി ഗേജ് ബോഡി പ്ലേസ് ദ ഫങ്ഷൻസ് ഓഫ് ഡാറ്റ പ്രസൻറ്റേഷൻ. ആ ഗേജ് ബോഡിയിലുള്ള ഡയൽ സ്കെയിലാണ് നമുക്ക് ഒബ്സർവർക്ക് ആ വാല്യൂസ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ എക്സാമ്പിൾ ഓഫ് എ ഫങ്ഷണൽ എലിമെൻറ്റ്സ് ഓഫ് എ ബേർഡൻ പ്രഷർ ഗേജ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്കിനനുസരിച്ചിട്ട് ഇത് എഴുതും. ഓക്കെ. അപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് ക്ലാസിഫിക്കേഷനാണ്. അത് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.